Hi everyone. So welcome to Edu World. സോ എല്ലാവരും ICDS സൂപ്പർവൈസറിൻ്റെ ന്യൂ സിലബസ് വന്നത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. സോ വലിയൊരു മാറ്റമാണ് നമ്മുടെ പുതിയ സിലബസിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സിലബസിൽ നിന്നും കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ സോഷ്യോളജിയിലാണ് ഏറ്റവും കുറച്ച് മാറ്റങ്ങളുള്ളത്. സോഷ്യോളജിയിൽ ഓൾമോസ്റ്റ് നമ്മൾ പ്രീവിയസ് സിലബസിൽ ഉണ്ടായിരുന്നത് തന്നെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളല്ലേ അഡീഷണലായിട്ട്. പക്ഷെ അതുപോലെ തന്നെ സോഷ്യൽ വർക്കിൽ കംപ്ലീറ്റ് നമ്മൾ പ്രീവിയസ് പഠിച്ച സിലബസിലുള്ള ടോപ്പിക്കുകളെ എല്ലാം പുതിയ ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് അതിൽ സ്റ്റാറ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു വലിയൊരു മാറ്റമാണ് നമ്മുടെ സിലബസിൽ തന്നെ വന്നിരിക്കുന്നത്. സോ പക്ഷേ എന്നാൽ നമുക്ക് ഈ 2 മാസം കൊണ്ട് എന്ത് ചെയ്യണം, ഇനി ആകെ നമ്മുടെ കയ്യിൽ 3 മാസമേ ഉള്ളൂ. സോ ആ ഒരു 3 മാസം കൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, ഈ പുതിയ സിലബസ് അല്ലെങ്കിൽ പുതിയ ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കണം. സോ കറക്റ്റ് പറഞ്ഞാൽ നല്ല ICDS സൂപ്പർവൈസറിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസിന് പെട്ടിട്ടുള്ള എല്ലാ സിലബസുകളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇൻക്ലൂഡഡ് ആണ്. സോ നല്ല വെൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നല്ലൊരു സിലബസാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. പക്ഷേ എന്താണ്, നമുക്ക് സമയം കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ നേരത്തെ തന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു. പക്ഷേ ഇനി നമുക്കുള്ള സമയം കൊണ്ട് എന്ത് ചെയ്യണം, പറഞ്ഞ് വന്നതിനെ പറ്റി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം ഇതിനെ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ നമുക്ക് പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂ സിലബസ് ബേസ്ഡ് മാത്രം ആയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ പുതിയ സ്റ്റാറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസുമാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ August 12th പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. August to October 12th വരെയാണ് നമ്മളൊരു കോഴ്സ് ഡ്യൂറേഷൻ പറയുന്നത്. പുതിയ സിലബസ് അനുസരിച്ച് ആദ്യം തൊട്ട് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യും, ഓരോ സിലബസും പഠിക്കുകയാണ്. സോ August 12th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് മൺഡേയിൽ നമ്മൾ സോഷ്യോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുള്ള് എന്ത് ചെയ്യും ആ ഒരു ദിവസം. ഇനി നമുക്ക് ഇനി ആകെ 3 മാസമേ ഉള്ളൂ. ഈ 3 മാസം കൊണ്ട് തീർക്കണം. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ പോരാ. നമ്മൾ കൂടുതൽ സമയം എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാലേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അപ്പം ഫസ്റ്റ് മൊഡ്യൂളായിരിക്കും. അതുപോലെ August 13 ട്യൂസ്ഡേ ആകുമ്പോൾ നമ്മൾ ഹോം സയൻസിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഇൻ ചിൽഡ്രൻ, ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. സോ ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ ഈ ഹോം സയൻസിൽ വന്നതൊക്കെ നമ്മൾ സോഷ്യൽ വർക്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ. സോ അതിലൊക്കെ എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻക്ലൂഡഡ് ആണ്, മാറിയും തിരിഞ്ഞുമൊക്കെ കിടപ്പുണ്ട്. സോ അപ്പം അതായിരിക്കും സെക്കൻഡ് ഹോം സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക്. പിന്നെ അത് കഴിഞ്ഞ് വെനസ്ഡേയിൽ നമ്മൾ സോഷ്യൽ വർക്കിലെ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ, ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക്, ഡിഫറൻഷിയേറ്റ് ഓഫ് സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ വർക്ക്. 13th ആകുമ്പോൾ സൈക്കോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 മൊഡ്യൂൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര മൊഡ്യൂളായിട്ടുണ്ട്, 10 മൊഡ്യൂളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് സൈക്കോളജിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മൊഡ്യൂൾ അറ്റൻഷൻ, കോൺഷ്യസ്നെസ് ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസം. സോ അത് കഴിയുമ്പോഴത്തേക്ക് സോഷ്യോളജിയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ. സോഷ്യോളജി നമുക്ക് ഓൾമോസ്റ്റ് മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമുക്ക് സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്ത് പോകണം. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡൊമസ്റ്റിക് വയലൻസും അതിൽ ആൽക്കഹോളിസം ടു ചൈൽഡ് ലേബർ അബ്യൂസ് ഡെലിങ്ക്വൻസി, ഇത്രയും ടോപ്പിക്ക് വരെ ആയിരിക്കും ഈ ഒരാഴ്ചത്തെ ടൈം ടേബിൾ. സോ അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഈ 2 മാസത്തെയും ടൈം ടേബിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ഓരോന്നും ഓരോ ദിവസം എന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ടൈം ടേബിൾ വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം എനിക്ക്. ഇനി കോഴ്സ് ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് August 12th സ്റ്റാർട്ട് ചെയ്യുന്നു, October 12th നമുക്ക് തീർക്കുന്നു. ക്രാഷ് ഫീസ് എന്ന് പറയുന്നത് 1500 ആണ്. ഇനി ഇതിൽ നമുക്ക് PDF ആൻഡ് മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് ഒരു ബാച്ച് നമ്മൾ പുതിയതായിട്ട് എന്തായാലും തുടങ്ങുന്നില്ല. നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓൾഡ് സിലബസ് വെച്ചായിരുന്നു. അപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഷ് മാത്രമായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മന്ത്ലി 1500 വെച്ചായിരിക്കും വരുന്നത്. 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും പുതിയ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഈ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക, 9633299068. ഓക്കെ, ICDS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് സിലബസ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, ഈ അപ്ഡേഷന് മുമ്പുള്ള ഒരു സിലബസ് നമ്മൾ ഫോളോ ചെയ്തിരുന്നതാണ്. ആ സിലബസ് ആക്ച്വലി ഒരു ഈസി സിലബസ് ആയിരുന്നു. നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ICDSന് അപ്ലൈ ചെയ്ത കുറേ കുട്ടികൾ നിരാശരാണ്. അതിൻ്റെ പ്രധാനമായിട്ട് അവർ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തു പറയുവാണെങ്കിൽ
സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സെക്ഷനിലെ 3rd മൊഡ്യൂളിൽ സ്റ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 8 പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. മാത്സിൻ്റെ ഒരു 8 പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ 8 പ്രോബ്ലംസ് നമ്മൾ ചെയ്യാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഒരു 8 മാർക്ക് നമ്മൾ നഷ്ടപ്പെടുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു സേഫായിട്ടുള്ളൊരു സ്കോറിലേക്ക് എത്തുന്നത് അതൊരു തടസ്സമായി മാറും. കാരണം ഏകദേശം ബാക്കി പിള്ളേരെല്ലാം നമ്മളെപ്പോലെ തന്നെ ആവറേജ് ആയിട്ട് പഠിച്ച് നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ് അവരും എഴുതും. അപ്പോൾ ഇത് ഒരു വലിയൊരു സംഭവമായിട്ട് ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇതൊരു നല്ല കാര്യമായിട്ട് ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിത് സ്റ്റാറ്റ് വന്നത് സത്യത്തിൽ ഒരു നല്ല കാര്യമായിട്ട് ചിന്തിക്കുക. അപ്പോൾ നോർമലി നമുക്കറിയാം ഒരു 20,000-ഓളം സ്റ്റുഡൻസ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 10-15,000 സ്റ്റുഡൻസിനെങ്കിലും സ്റ്റാറ്റ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് അവർ പാടാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഒരു 10,000 പിള്ളേർ കാണുമായിരിക്കും. സ്റ്റാറ്റ് അത്യാവശ്യം പഠിച്ചെടുക്കാവുന്ന ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ സ്റ്റാറ്റ് നല്ലതുപോലെ പഠിച്ചെടുത്തിട്ട് ഈ 8 ക്വസ്റ്റ്യനകത്ത് ഒരു 5-6 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് പെർഫെക്റ്റായിട്ട് എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ സ്കോറും കൂടി നമ്മുടെ സ്കോറിനോട്, അതായത് കോമൺ സിലബസിനോട് കൂടി ഈ ഒരു സ്കോറും കൂടി കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു സേഫായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ സ്റ്റാറ്റ് നമുക്ക് എഴുതിയെടുക്കാമെന്നുള്ള കോൺഫിഡൻസോട് കൂടി പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്റ്റാറ്റ് കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. നമുക്കറിയാം ഈ സ്റ്റാറ്റിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ നോർമൽ മാത്തമാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പാടാണോ എന്ന് വെച്ചാൽ അത്ര വലിയ പാടൊന്നുമല്ല, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു പ്രോബ്ലം ചെയ്യാൻ ചിലപ്പോൾ 5-15 മിനിറ്റൊക്കെ എടുത്തെന്ന് വരാം. അപ്പോൾ അത്രയും സമയം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമുക്ക് അത്രയും ടൈം ഇല്ലല്ലോ. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഒരു വലിയ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാമെന്നുള്ള ടെക്നിക്കാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ, അതായത് PSCക്ക് തന്നെ സ്റ്റാറ്റ് ബേസ്ഡ് ചോദിച്ചിട്ടുള്ള PSCക്ക്, കാരണം നമുക്ക് ICDSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ICDSൽ സ്റ്റാറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയത്തില്ല ഏത് ക്വസ്റ്റ്യനാണ് വരാൻ പോണത്, എല്ലാവരും കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ PSCക്ക് ഓൾറെഡി സ്റ്റാറ്റിക്കിനെ ബേസ് ചെയ്തിട്ട് PSCയുടെ കുറേ എക്സാമിനേഷനുകളുണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇത് ICDSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല. കാരണം ICDSന് സ്റ്റാറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ICDSൽ സ്റ്റാറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പകരം PSCയിൽ സ്റ്റാറ്റ് വന്നിട്ടുള്ള ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ PDF തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3ാമത്തെ മൊഡ്യൂളിലെ സ്റ്റാറ്റ് ബേസ്ഡ് അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പ്രധാനമായിട്ട് 3 ടോപ്പിക്കുകളാണ് വരുന്നത്. അതിനകത്ത് നിങ്ങളിപ്പോൾ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ സിലബസിൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കറക്റ്റ് അല്ലേ? പക്ഷേ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ 3 ടോപ്പിക്കാണുള്ളത്. ഒന്ന് മീൻ, മീഡിയൻ, മോഡ്. അങ്ങനെ വിശദീകരിച്ചിട്ട് ആ സിലബസിൽ കൊടുക്കുന്നില്ല. മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് സ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാവും. മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 ഉണ്ട്, മീനുണ്ട്, മീഡിയൻ ഉണ്ട്, മോഡുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഞാനിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മീൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ 10 ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മീനിൻ്റെ ക്വസ്റ്റ്യനകത്ത് കുറേ ഡേറ്റാസ് തരും, അതായത് കുറേ വാല്യൂസ് തരും. x1 x2, ഞാനതിന് x1 x2 x1 x2 x3 അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. n ടേംസ്, അതായത് 5, 10, 15 അങ്ങനെ കുറേ വാല്യൂസ് വരും. അപ്പോൾ നമ്മൾ ഈ മീൻ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഡേറ്റയായ ആ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. 10, 5, 15 ആണെങ്കിൽ 10 + 15 + 25 അങ്ങനെ തന്നിരിക്കുന്ന ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേര് സം. എത്ര ഡാറ്റ ഉണ്ടോ ആ ഡാറ്റ, ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റയെ നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ N, എണ്ണം എന്ന് പറയും. അപ്പോൾ തുകയും എണ്ണവും, സമ്മും ടോട്ടൽ നമ്പറും.
ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മീൻ കാണാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ. ആ ടോട്ടൽ സമ്മിന് എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഉദാഹരണത്തിന് കുറേ വാല്യൂസ് 3, 7, 5 ഈ 3 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 15 എന്ന് കിട്ടും. അപ്പോൾ സം 15 ആയി. ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് നോക്കുവാണെങ്കിൽ 3. അപ്പോൾ ആവറേജ് ഓർ മീൻ കാണാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സം ബൈ നമ്പർ. സം 15 ആണ്, നമ്പർ 3 ആണ്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. ആ 5 ആണ് നമ്മുടെ മീൻ. ഇതാണ് നോർമലി നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, നമുക്കിതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കോർസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. 40, 35, 50, 45, 60, 65, 55. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ? ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് മീനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മീൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ആവറേജ് ഓർ മീൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം എത്രയാണ് സം. 40 പ്ലസ് 35 പ്ലസ് 50 പ്ലസ് 45 പ്ലസ് 60 പ്ലസ് 65 പ്ലസ് 55. ഇത്രയാണ് സം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 7 ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത് ടൈം കൺസ്യൂമിങ് ആണ്. കാര്യം മാത്സുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ 40, 35, 50, 45, 60, 65, 55 ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സമയമെടുക്കും. നിങ്ങളിതൊന്ന് ആഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സം ഒരു 350 എന്ന് കിട്ടും. ആഡ് ചെയ്ത് വരുമ്പോൾ എണ്ണം 7ആണ്. സോ 350/7 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അടുത്ത പ്രശ്നമാണ് ഡിവിഷൻ അറിയണം. ഡിവിഷൻ അറിയണമെങ്കിൽ ടേബിൾ അറിയണം. കേട്ടോ, മാത്സുമായിട്ട് ടച്ച് ഇല്ലാത്തവരാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ ഇവിടെ നമുക്കറിയാം 7 × 5 ആണ് 35. അപ്പോൾ ഇവിടെ 35ൽ 5 ടൈംസ്, ബാക്കി വന്ന് 0. അപ്പോൾ 50 എന്ന് വരും. അപ്പോൾ 50 ആണ് നമ്മുടെ ആൻസർ. കണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ കാൽക്കുലേഷൻ ആഡ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മളിങ്ങനെ എഴുതി കൂട്ടി വരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നല്ല സമയം എടുക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 50 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളിത് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേക്ക്. നമുക്ക് തന്നിരിക്കുന്നത് റാൻഡം നമ്പേഴ്സാണ് അല്ലേ. 40, 35, 50, 45, 60, 65, 55 ഇവർ തമ്മിൽ നമുക്കൊരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇതാണ് ഈ വാല്യൂസിൻ്റെ പ്രത്യേകത. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ബന്ധമുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്യുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കൊന്ന് എഴുതുക. അപ്പോൾ ഞാൻ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പോവുകയാണേ. ഏറ്റവും ചെറിയ വാല്യൂ തന്നിരിക്കുന്നതിൽ 35 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് 40 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് 45 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് 50, പിന്നെ 55, പിന്നീടുള്ളത് 60, പിന്നീടുള്ളത് 65. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സായി. ഇനി ഒന്ന് നോക്കി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതാ നോക്കി, 35ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴല്ലേ 40 കിട്ടുന്നത്. 40ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴല്ലേ 45 വരുന്നത്. 45ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴല്ലേ 50 വരുന്നത്. 50ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 55, 55ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 60, 60ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 65. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, ഈക്വലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് റാൻഡം നമ്പേഴ്സ് എന്നല്ല പറയുന്നത്. ഇതിനെ പറയുന്ന പേര് സീക്വൻസ് എന്നാണ്. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും. ഇതിനെ നമ്മൾ മാത്സിൽ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. കാരണം ഈ മീൻ നമ്മൾ എന്തിലാണ് പഠിക്കുന്നത്? മീൻ നമ്മൾ പഠിക്കുന്നത് മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടല്ലേ പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അതിനകത്തുണ്ട്. ഈ മീൻ എന്ന് പറയുന്ന ആൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ ആ മീൻ എന്ന് പറയുന്ന ആൾ സെൻട്രൽ വാല്യൂ ആയിരിക്കണം.
നമുക്ക് നോക്കാം. 35, 40, 45 ഫസ്റ്റ് 3 വാല്യൂസിനെ ഞാൻ മാറ്റി. അതേപോലെ 55, 60, 65 ലാസ്റ്റ് 3 വാല്യൂസിനെയും മാറ്റി. അപ്പോൾ കൃത്യം നടുക്കിരിക്കുന്ന ആളാരാ? 50 അല്ലേ? അപ്പോൾ നമുക്ക് സം ബൈ ടോട്ടൽ കണ്ടുപിടിച്ച് സമയം കളയണമായിരുന്നോ? ഫാസ്റ്റായിട്ടങ്ങ് ചെയ്യുക, പെട്ടെന്ന് അസെൻഡിങ് ഓർഡർ ചെയ്യുക, അതിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കൃത്യമായിട്ടൊരു ബന്ധം ഫോളോ ചെയ്യുന്നെങ്കിൽ കൃത്യം നടുക്കുള്ള ആളായിരിക്കും നമ്മുടെ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ആൻസർ 60 ആയിരിക്കും. നമുക്ക് അഡീഷൻ ചെയ്യേണ്ടി വരുന്നില്ല, ഡിവിഷൻ ചെയ്യേണ്ടി വരുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഹൈറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് സെൻറ്റിമീറ്ററിൽ അളന്ന ഹൈറ്റ് തന്നിട്ടുണ്ട്. 120, 122, 118, 114, 116. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂസ് ഉണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ 5 വാല്യൂസാണുള്ളത്. ഇവരെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി, ഇതാ എല്ലാം ഈവൻ നമ്പേഴ്സാണ് അല്ലേ? 20, 22, 18, 14. അപ്പോൾ നമുക്ക് നോർമലി ഒരാൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്തുമായിരിക്കും? സം ബൈ ടോട്ടൽ എന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ 120, 122, 118 അല്ലേ, 114, 116 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ സമാധാനമായിട്ട് നിന്ന് ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 590 കിട്ടും. ആ 590 ടോട്ടൽ നമ്പറായ 5 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 590 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 118 കിട്ടും. ഇതാണ് നോർമലി ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ആൻസർ 118 കിട്ടും. കണ്ടല്ലോ, ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്? ഞാൻ 120 പ്ലസ് 122 പ്ലസ് 118 പ്ലസ് 114 പ്ലസ് 116 ഇതൊന്നും ഞാൻ ഇവിടെ ആ സ്റ്റെപ്പൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഈസി ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ ഈ വാല്യൂസൊക്കെ ഒന്ന് എഴുതി നോക്കി, നല്ല പാടായിരിക്കും, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുക. ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക, 114. അത് കഴിഞ്ഞ് അതിനേക്കാളും വലുത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, 116. അത് കഴിഞ്ഞിട്ട് 118. അത് കഴിഞ്ഞിട്ട് 120. അത് കഴിഞ്ഞിട്ട് 122. ഓക്കെ. അപ്പോൾ റാൻഡമായിട്ട് തോന്നിയ വാല്യൂസിനെല്ലാം നമ്മളിങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി, 114 കൂടെ 2 കൂട്ടുമ്പോൾ 116, 2, 118, 120, 120. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് പാറ്റേൺ ആണെന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നമുക്ക് വേണ്ടത് മീനാണ്. മീനിൻ്റെ പ്രത്യേകത സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കുക. 5 എണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം ഞാൻ മാറ്റി, അവസാനത്തെ 2 എണ്ണവും മാറ്റി. അപ്പോൾ കൃത്യം നടുക്ക് വരുന്ന വാല്യൂ എത്രയാണ്? 118 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണ്ട, കറക്റ്റ് സെൻട്രൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഉറപ്പായിട്ടും 118 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫോളോയിങ് റാൻഡം ഡാറ്റാസ് അല്ലേ? അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു കുറച്ച് റാൻഡം ഡാറ്റാസാണ്. അതിൽ നിന്ന് നമുക്ക് മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിനെല്ലാം ഒറ്റ മെത്തേഡേ ഉള്ളൂ. മീൻ കണ്ടുപിടിക്കാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ, സം ബൈ ടോട്ടൽ നമ്പർ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ സം കണ്ടുപിടിക്കാം. 54 പ്ലസ് 58 പ്ലസ് 59 പ്ലസ് 63 പ്ലസ് 66 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഈ സമ്മ് നമ്മളിങ്ങനെ കൂട്ടി നോക്കുവാണെങ്കിൽ 54 പ്ലസ് 58 പ്ലസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. പരീക്ഷ ആളി കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. തൽക്കാലത്തെ ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ 360 വരും. അപ്പോൾ 360 ബൈ 5 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ അവിടെ 300 സോറി ഇത് സമ്മ് നിങ്ങൾ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് 300 അല്ല വരുന്നത്. ഓക്കെ സോറി, ഞാൻ 360 എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ 54, 58, 59, 63, 66 കാൽക്കുലേറ്റർ എടുത്ത് നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ 300 വരും. 300 ബൈ 5 ചെയ്ത് നോക്കുമ്പോൾ 60 വരും. 60 ആൻസർ. ഈ തന്നിരിക്കുന്ന വാല്യൂ 54, 58, 59, 63, 66 ഇതിനകത്ത് 60 ഇല്ല. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ആ തന്നിരിക്കുന്ന ഡേറ്റയിലെ ഒരെണ്ണമായിരുന്നു ആവറേജ് ഓർ മീൻ വാല്യൂ. ഇവിടെ പക്ഷേ ആ വാല്യൂ ഇവിടെ ഇല്ല കേട്ടോ. ഓപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലായി, 60 ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്കൊരു ഇങ്ങനെ ആഡ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം പോകണതുകൊണ്ട് ഇതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക, 54. അത് കഴിഞ്ഞ് അതിനേക്കാളും തൊട്ട് വലിയ വാല്യൂ
58, പിന്നുള്ളത് 59, പിന്നുള്ളത് 63, പിന്നുള്ളത് 66. അപ്പോൾ ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല അല്ലേ. 54ൻ്റെ കൂടെ 4 കൂട്ടിയ 58, 58ൻ്റെ കൂടെ 1 കൂട്ടിയ 51, 51ൻ്റെ കൂടെ 4 കൂട്ടിയ 63, 63ൻ്റെ കൂടെ 3 കൂട്ടിയ 66. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടോ? ആ പാറ്റേൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യം നടുക്കിരിക്കുന്ന 59 ആൻസറായിട്ട് എടുക്കാമായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, ഓപ്ഷൻ എ 54 തന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ എ 59 തന്നേക്കുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ 59 തന്നേക്കുന്നത്. കാരണം സെൻട്രൽ ടെൻഡൻസി അല്ലേ മീൻ. അപ്പോൾ സെൻട്രൽ വാല്യൂ ആയ 59 എഴുതാൻ നോർമലി ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അത് തെറ്റാണ്. കാരണം ഇത് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതിനെ കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 58 അതിന് 58 തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഒരു 2 വെച്ചാണ് കൂടുന്നതെങ്കിൽ, ഒരു 2 വെച്ചാണ് കൂടുന്നതെങ്കിൽ അടുത്തത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 60 അല്ലേ. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? 59 ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അവിടെ എഴുതുന്നില്ല. അടുത്തത് 62 അല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ 63 ഉണ്ട്. അപ്പോൾ ഒരു 1 അധികമുണ്ട്. കറക്റ്റ് അല്ലേ? ആ 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇതെത്രയാവും? 60 ആവും. ഇനി അടുത്തത് വരേണ്ടത് 64 ആണ്. പക്ഷെ ഇവിടെ 66 ഉണ്ട്. ഒരു 2 അധികമുണ്ട്. ആ 2 കൊണ്ടുവന്ന് ഞാൻ 54ൻ്റെ കൂടെ ആഡ് ചെയ്താൽ അതെത്രയാവും? 56 ആവും. ഓക്കെ, 58 അതേപോലെ എഴുതി. അടുത്തത് 60 ആണ് വരേണ്ടത്. പക്ഷെ 59 ഉള്ളതുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റത്തില്ല. അത് ഞാൻ വേക്കൻ്റായിട്ട് വിട്ടു. അടുത്തത് 63, 62 എന്ന് എഴുതിയപ്പോൾ ഒരു 1 അധികം വരുന്നു. ആ 1ഉം കൂടി 59ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് 60 എന്നെഴുതി. ഓക്കെ, അപ്പോൾ അടുത്ത കണക്കനുസരിച്ച് ഒരു റെഗുലർ പാറ്റേൺ ആണെങ്കിൽ 64 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 66 ആണ്. ഞാൻ 64 എന്ന് എഴുതിയാൽ ഇവിടെ ഒരു 2 അധികം വരും. ആ 2 കൊണ്ടുവന്ന് 54ൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 56 ആയി. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, 56, 58, 60, 62, 64 കൃത്യമായിട്ട് പാറ്റേൺ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ മേളിലത്തെ 2 വാല്യൂസ് മാറ്റി താഴത്തെ 2 വാല്യൂസ് മാറ്റി കൃത്യം നടുക്കുള്ള ആൻസർ 60 അല്ലേ. അപ്പോൾ ആൻസർ ഈ 60. ഓക്കെ ഓക്കെ, 4th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4th ക്വസ്റ്റ്യനിൽ സം കണ്ടുപിടിച്ചാൽ 38 + 41 + 48 + 49 + 53 + 56 നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ നമുക്കൊരു 329 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. 6, 1, 2, 3, 4, 5, 6. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. അപ്പോൾ 329/7 ചെയ്ത് നോക്കിയാൽ എല്ലാം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 47 എന്ന് കിട്ടും. അങ്ങനെയാണ് ആൻസർ 47 ആണ്. ഓക്കെ, വീണ്ടും ഞാൻ പറയാം, മാത്സ് ഇങ്ങനെ ആഡ് ചെയ്യാനൊക്കെ എളുപ്പമുള്ളവർക്ക് ഈ മെത്തേഡ് കുറച്ച് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 38, 41, 44, 48 ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തവരാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് പറയുന്നത്. നമുക്കിതിൻ്റെ ഷോർട്ട് കട്ട് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. 38, അത് കഴിഞ്ഞ് 41, അത് കഴിഞ്ഞിട്ട് 44, അത് കഴിഞ്ഞിട്ട് 48. അവർ തന്നിരിക്കുന്നത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് അല്ലേ, വലിയ പ്രശ്നം വരത്തില്ല. 53, 56 അസെൻഡിങ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 38ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 41, 41ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 44, 44ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 47 അല്ലേ വരേണ്ടത്. പക്ഷെ അവിടെ 48. അപ്പോൾ പാറ്റേൺ, കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ടോ? ഇല്ല. കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യം നടുക്ക് വരുന്നത് 48 ആണ്. അപ്പോൾ ആൻസർ 48 വന്നേനെ. അത് അവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ, 48. അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത്. കാര്യം മീനിന് സെൻട്രൽ ടെൻഡൻസിയാണ്, നടുക്ക് വരുന്ന വാല്യൂ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ടുള്ള പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് 48 എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് 38ന് അതേപോലെ തന്നെ എഴുതാം.
38ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 41. ഓക്കെ. 41ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 44. ഇവിടം വരെ പാറ്റേൺ ഓക്കെ. ഇനി 44ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 47 അല്ലേ വരാവൂ. പക്ഷേ ഇവിടെ 48 ഉണ്ട്. അപ്പോൾ ഒരു 1 എക്സ്ട്രാ ഉണ്ട്. അടുത്ത 47ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 50 അല്ലേ വരേണ്ടത്. പക്ഷേ ഇവിടെ 49 ഉള്ളൂ. അപ്പോൾ ആ 1 ഇങ്ങോട്ട് ആഡ് ചെയ്തോ, 50 ബാലൻസ്ഡായി. അടുത്ത 3 കൂട്ടുമ്പോൾ 53 വരണം. അടുത്ത 3 കൂട്ടുമ്പോൾ 56. ഇപ്പം പാറ്റേൺ സെയിം ആയില്ലേ. ഇതാ ആദ്യത്തെ 3 വാല്യൂസ് മാറ്റി, അവസാനത്തെ 3 വാല്യൂസ് ഞാൻ മാറ്റി. കൃത്യം നടുക്ക് വന്ന ടേം ആരാ? 47. സോ ദ ആൻസർ വിൽ ബി 47. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ 8 സ്റ്റുഡൻസിന് കിട്ടിയ മാർക്കാണ് തന്നിരിക്കുന്നത്. ഇവർ തന്നിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ അത് 54, 58, 60, അത് കഴിഞ്ഞിട്ട് 62, 70, പിന്നെ 62 കഴിഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് ഇല്ല, പിന്നെ 70, 72. അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സെൻട്രൽ വാല്യൂ ആയിരിക്കണം ആവറേജ് എങ്കിൽ ഇവിടെ സെൻറ്റർ എന്നൊക്കെ നോക്കി 8 എണ്ണോ, ആദ്യത്തെ 4 എണ്ണം, അവസാനത്തെ 4 എണ്ണം. അപ്പോൾ സെൻറ്റർ എന്ന് പറയാൻ ഇടയ്ക്ക് ഒരാളില്ല. അപ്പോൾ സെൻറ്ററിൽ 2 പേരുണ്ട്, 62 ഉണ്ട്, 70 ഉണ്ട്. പാറ്റേൺ ആണെങ്കിൽ പോലും ഒരു വാല്യൂ സെൻറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? സം കണ്ടുപിടിക്കുമ്പോൾ ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. 54 + 58 എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി, 528 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ 8 ആണ്. അപ്പോൾ നിങ്ങൾ ആവറേജ് കണ്ടുപിടിച്ചാൽ 528/8 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 66 എന്ന് കിട്ടും. ഈ 66 ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒന്നുമില്ല, കണ്ടോ? ഓപ്ഷൻ എ 66 ആണ് ആൻസർ. അപ്പോൾ ഇത് ഈ സം കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക്കാണ്, കുറേ സമയം എടുക്കും. അപ്പോൾ സം കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളവർ സം തന്നെ കണ്ടുപിടിച്ച് ചെയ്യുക, തെറ്റിപ്പോത്തില്ല. പിന്നെ ഡിവൈഡ് ചെയ്യാനും അറിയണം. ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ 66 കിട്ടൂല, കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് പറയാൻ പോവാൻ ശ്രദ്ധിച്ചു. ഈസി അല്ല, അതായത് നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഒഴിവാക്കി തരാം. പകരം ഈ വാല്യൂസ് അറേഞ്ച് ചെയ്ത് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയോ. ഫസ്റ്റ് വാല്യൂ ഞാൻ 54 എഴുതി, അത് കഴിഞ്ഞിട്ട് 58 എഴുതി, അത് കഴിഞ്ഞിട്ട് 60, അത് കഴിഞ്ഞിട്ട് 62, അത് കഴിഞ്ഞിട്ട് 70, പിന്നീട് 72, പിന്നീട് 75 ആൻഡ് ലാസ്റ്റ് ടേം ഈസ് 77. ഓക്കെ, നമ്മളിവിടെയാണ് നോക്കേണ്ടത്. ഇതാ 58ൻ്റെ കൂടെ 2 കൂട്ടിയ 60, 60ൻ്റെ കൂടെ 2 കൂട്ടിയ 62. ഇടയ്ക്ക് കുറേ വാല്യൂസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് 70ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 72. ഇത്രയും വരെ ഒരു 2 എന്നുള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ വാല്യൂ എത്രയാണ് വരേണ്ടത്? 58ന്ന് 2 കുറച്ച് 56 വരേണ്ടത്. പക്ഷേ ഇവിടെ എത്രയാണ്? 54 ഉള്ളൂ. ഓക്കെ, ഇനി നോക്കുക. 70 കഴിഞ്ഞാൽ 72, 72 കഴിഞ്ഞാൽ 74 അല്ലേ വരേണ്ടത്. പക്ഷെ അവിടെ 75 ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വാല്യൂ അധികമുണ്ട്. ഓക്കെ, അടുത്ത വരേണ്ടത് 76 ആണ്. അവിടെയും ഒരു വാല്യൂ അധികമുണ്ട്. അപ്പോൾ എത്ര വാല്യൂ ആയി? 2 വാല്യൂ ആയി. ആ 2 ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്താൽ ഈ 54 എത്രയാവും? 56 ആവും. ഇനി ബാക്കി വാല്യൂസ് എല്ലാം ഒന്ന് നമ്മൾ എഴുതി നോക്കി. ഇപ്പോൾ നോക്കി, ആദ്യത്തെ 4 വാല്യൂ കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്ത 4 വാല്യൂ അതും കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 2 വെച്ചിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അതായിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും? ഇതിനകത്തുനിന്ന് ആദ്യത്തെ 4 എണ്ണം, അവസാനത്തെ 4 എണ്ണം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ. ഓക്കെ, അതിന് വേണ്ട. ഇനി ഇതിനിടയ്ക്ക് മിസ്സായ വാല്യൂസ് ഞാൻ എഴുതാൻ പോവാം. ഏതൊക്കെയാണ്? 64, 62ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 64, അടുത്ത 64ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 66, അടുത്തൊരു 2 കൂട്ടുമ്പോൾ 68, വീണ്ടും ഒരു 2 കൂട്ടുമ്പോൾ 70. അപ്പോൾ പാറ്റേണിൻ്റെ ഇടയ്ക്ക് മിക്സിങ് ആയ 3 നമ്പേഴ്സ് ഇതല്ലേ. ആ 3 നമ്പറിൻ്റെ കൃത്യം നടുക്കാരുള്ളത് 66. അപ്പം കണ്ണുടച്ച് പറയാം, ദ സെൻട്രൽ ടെൻഡൻസി വാല്യൂ ഈസ് 66, സോ ദ മീൻ ഈസ് 66. ഓക്കെ, നോർമൽ മെത്തേഡ് ഒന്ന് പറയുവാണ്. ഇവിടെയും കുറേ 8 സ്റ്റുഡൻസിൻ്റെ വെയിറ്റാണ് തന്നിരിക്കുന്നത്. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ സെൻട്രൽ വാല്യൂ ആയ 82ഓ 88ഓ നമുക്ക് അല്ല 54ഓ ഒന്നും നമുക്കിവിടെ എഴുതാൻ പറ്റില്ല. ആ വാല്യൂസ് ഒന്നും ഇവിടെ ഇല്ല എന്ന് തന്നെ. നമ്മൾ ഈ വാല്യൂസിൻ്റെ എല്ലാം കൂടി സം നമ്മൾ കണ്ടുപിടിച്ചാൽ 592 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് വെച്ചാൽ 8 ആണ്.
അപ്പോൾ ആവറേജ് കണ്ടുപിടിച്ചാൽ 592/8. അപ്പോൾ ഇവിടെ ഇത് സം കണ്ടുപിടിക്കണം. എന്താ ഇവിടെ ഡിവിഷൻ വന്ന് കണ്ട, മാത്സ് അറിഞ്ഞുകൂടാത്തവരാരും പോക്ക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 74 കിട്ടും. അങ്ങനെയാണ് ആൻസർ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതേപോലെ ഈ സമ്മ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഡിവിഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ചെയ്തു നോക്കിയാലും തെറ്റിപ്പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഇവിടെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേൺ ആണ്. അപ്പോൾ ഏത് പാറ്റേൺ വന്നാലും ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ആദ്യത്തെ ടേം നോക്കി 54, ഏറ്റവും ചെറുത് 54. അത് കഴിഞ്ഞിട്ട് 58, അത് കഴിഞ്ഞിട്ട് 62, വീണ്ടും ഒരു 62 കൂടി ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് 82, പിന്നുള്ളത് 88, പിന്നുള്ളത് 92, ലാസ്റ്റ് ടേം 94. ഇതിനകത്ത് ഞാനൊരു കോമൺ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. നോക്കിക്കോണം. ആദ്യത്തെ ടേം 54, 54ൻ്റെ 4 കൂട്ടിയാൽ 58, 58ൻ്റെ 4 കൂട്ടിയാൽ 62, അടുത്ത 62ൻ്റെ 4 കൂട്ടിയാൽ നമുക്ക് വേണ്ടത് 66. പക്ഷേ 66 അവിടെ ഇല്ല, 62 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഇരിക്കുന്ന നമ്പർ 82 ആണ്. 82 + 4 86 ആണ്. ഇവിടെ എത്രയുണ്ട്? 88 ഉണ്ട്. അപ്പോൾ 2 അധികമല്ലേ. ഇനി അടുത്ത വേണ്ടത് 86ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 90 ആണ് വരേണ്ടത്. പക്ഷെ അവിടെ 92 ഉണ്ട്. അപ്പോൾ ഞാൻ 90 എഴുതിയാൽ അവിടെ ഒരു 2 കൂടി അധികം വന്നില്ലേ. അപ്പോൾ ഒരു 2 രണ്ട് 2 വന്നു. ആ 2 2 കൊണ്ടുവന്ന് ആ 2 2 ആകുമ്പോൾ 4 ആയി. ആ 4 കൊണ്ടുവന്ന് 62ൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇവിടെ 66 ആവും. ഓക്കെ, 90 + 4 94 ആയി. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായിട്ട് പാറ്റേൺ വന്നു. ആദ്യത്തെ 4 നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 54, 58, 62, 66 4 വെച്ച് ആഡ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അടുത്തത് 82, 86, 90, 94 4 കൊണ്ട് ആഡ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ വന്നുകൊണ്ട് നമുക്ക് ആദ്യത്തെ 4 നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്യാം, അവസാനത്തെ 4 നമ്പേഴ്സും എലിമിനേറ്റ് ചെയ്യും. ഇവരുടെ കൃത്യം നടുക്കുള്ള നമ്പർ കണ്ടുപിടിച്ചാൽ ആൻസറായി. അപ്പോൾ അതിൽ ഏതൊക്കെ നമ്പറാണ് മിസ്സിംഗ് എന്ന് നോക്കാം. 66 ആണ് ലാസ്റ്റ് നമ്പർ. അതിൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ 70 ആവും. അതിൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ 74 ആവും. അതിൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ 78 ആവും. അതിൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ 88. അപ്പോൾ പാറ്റേൺ അവിടെ ഉണ്ട്. അപ്പോൾ മിസ്സായ നമ്പർ 70, 74, 78 ആണ്. അവരുടെ കൃത്യം നടുക്കുള്ള നമ്പർ ആരാ? 74 അല്ലേ. അതിൻ്റെ ആൻസർ 74 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയുള്ള പാറ്റേണൊക്കെ ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ടഫായി വരുമേ. ഇത്രയും നേരം നമ്മൾ ഡീൽ ചെയ്തത് നമ്പേഴ്സ് ആണെങ്കിൽ ഇതാ ഇവിടെ നോക്കിയേ, അൺനോൺസാണ്. കണ്ടാ, y +2, y +4, y +6, y +8 അങ്ങനെ 5 ഒബ്സർവേഷൻസ് ഉണ്ട്. കണ്ടല്ലോ, ആ ഒബ്സർവേഷൻ്റെ എല്ലാം കൂടി ആവറേജ് 11 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ തിരിച്ച് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ, ഇവിടെയും നമ്മൾ വേറെ ഒന്നുമല്ല, സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കും. ആവറേജ് = സം ബൈ എണ്ണം. കേട്ടോ, ആവറേജ് 11 ആണ്. സം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. ഇതാ എല്ലാത്തിലും വൈ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഒരു വൈ, രണ്ടാമത്തേലെ വൈ, മൂന്നാമത്തേലെ വൈ, നാലാമത്തേലെ വൈ, അഞ്ചാമത്തേലെ വൈ, അങ്ങനെ 5 വൈ ചേർന്ന് 5 വൈ ആവും. ഇനി ആദ്യത്തേൽ വൈയുടെ കൂടെ ഒന്നുമില്ല, രണ്ടാമത്തേൽ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്, അപ്പോൾ 6 ആയി. 6 അടുത്തൊരു 6, അപ്പോൾ എത്രയായി? 12 ആയി. പിന്നെ ഒരു 8, അപ്പോൾ എത്രയായി? 20. അപ്പോൾ ഈ വാല്യൂസ് അൺനോൺസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ 5y + 20 എന്ന് വരും. അപ്പോൾ സം എന്ന് പറയുന്നത് 5y + 20 ആണ്. വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ? 5. അപ്പോൾ ഡിവൈഡഡ് ബൈ 5. ഈ 5 കൊണ്ടുവന്ന് ഇവിടെ ഇൻറ്റു ചെയ്താൽ 11 × 5 55 ആവും. റൈറ്റ് സൈഡിൽ മാറ്റമില്ല, 5y + 20 അതിൽ മാറ്റമില്ല. ഓക്കെ, ഇനി നമ്മളെന്തോ ചെയ്യുന്നത്, ഈ 20 ഇവിടെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യുവാണേ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ഇങ്ങനെയാണ്. 55 = 5y + 20. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഈ 20 ഇപ്പുറം കൊണ്ടുവരണം. ഇവിടെ സം ചെയ്തുവാണെങ്കിൽ ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് ആവും. ഇതൊക്കെ മാത്സിൻ്റെ ബേസിക്കാണ്. അപ്പോൾ ഈ 20 ഇപ്പുറം കൊണ്ടുവന്ന് മൈനസ് ചെയ്താൽ 50 - 20 = 5y എന്നായി. ഓക്കെ, 55 ൽ നിന്ന് 20 പോയാൽ 35. അപ്പോൾ 35 5y ആണ്, 5y ആണ്.
അപ്പോൾ y ആണ് എന്ത് ചെയ്യണം 5y വാല്യൂ 35. അപ്പോൾ ഒരു y മതി നമുക്ക്. ഒരു y വാല്യൂ കാണാൻ ഈ 5 ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പോൾ ആൻസർ 7 എന്ന് കിട്ടും. ആൻസർ ഡി ആണ് ആൻസർ. കണ്ടോ, ബേസിക് ആയിട്ടുള്ള മീനിൻ്റെ അതേ ഇക്വേഷൻ, ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ എൻ എന്നുള്ള അതേ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നില്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു. നമുക്കറിയാം നമ്മുടെ ആവറേജ് എത്രയാണ്? 11 ആണ്. ഈ 11 എങ്ങനെയാണ് കിട്ടേണ്ടത്? ഇതാ എല്ലാത്തിലും y ഇല്ലേ? അപ്പോൾ ഈ ആവറേജിനകത്ത് y ഉണ്ട്. വൈയുടെ കൂടെ എന്തോ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് 11 ആവുന്നത്. ഓക്കെ, ആ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചു. ആദ്യത്തെ വൈയുടെ കൂടെ ഒന്നുമില്ല, രണ്ടാമത്തെ വൈയുടെ കൂടെ ഒരു 2 ഉണ്ട്, മൂന്നാമത്തെ വൈയുടെ കൂടെ ഒരു 4 ഉണ്ട്, നാലാമത്തെ വൈയുടെ കൂടെ ഒരു 6 ഉണ്ട്, ആൻഡ് ദ ഫിഫ്ത്ത് വൈയുടെ കൂടെ ഒരു 8 ഉണ്ട്. അപ്പോൾ 2 + 4 6, 6 6 12, 12 8 20. അപ്പോൾ ഈ 5 വൈക്കും കൂടി എക്സ്ട്രാ ഉള്ളത് 20 ആണ്. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ? അപ്പോൾ ഈ 20ന് നമുക്ക് 5 കഷ്ണമാക്കണം. അതിനെന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് ബൈ 5 നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 20 ഡിവൈഡഡ് ബൈ 5 നോക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാത്തിലും y ഉണ്ട്, എല്ലാ ടൈമിലും y ഉണ്ട്. ആ വൈയുടെ കൂടെ എക്സ്ട്രാ വന്ന 20ന് നമുക്ക് 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ ഒരു കഷ്ണം 4 കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാ വൈയുടെയും കൂടെ 4 ആയിരുന്നെങ്കിൽ എല്ലാവരുടെയും വാല്യൂ 11 ആയേനെ. എങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ്? 11 - 4 അല്ലേ? അപ്പോൾ ആൻസർ 7 കിട്ടും. കേട്ടോ, ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോ. നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ആൻസർ എല്ലാത്തിലും y ഉള്ളതുകൊണ്ട് വൈയുടെ കൂടെ എന്തോ ഒരു വാല്യൂ ആഡ് ചെയ്താൽ മതി. ആ വാല്യൂ എന്തായിരിക്കണം? y അല്ലാത്ത വാല്യൂകളുണ്ടല്ലോ, y അല്ലാത്ത വാല്യൂകളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. അതിന് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് 5 പേർക്കും കൊടുക്കണം. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടി? 4. അപ്പോൾ എല്ലാ വൈയുടെ കൂടെയും ഒരു 4 ആഡ് ചെയ്താൽ ആവറേജ് കിട്ടും. അപ്പോൾ 11 എന്ന് പറയുന്നത്, ആവറേജ് ആയ 11 എന്ന് പറയുന്നത് y + 4 ആയിരിക്കും. അപ്പോൾ y വേണമെങ്കിൽ 11 - 4 എടുത്താൽ മതി. അപ്പോൾ ആൻസർ 7 കിട്ടിക്കോളും. ഓക്കെ ഓക്കെ നമ്മൾ ചെയ്ത അതേ പാറ്റേണിലുള്ള പുതിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ജനറൽ മെത്തേഡാണ് പറയുന്നത്. സം എടുക്കുമ്പോൾ അത് 5 എണ്ണത്തിലും x ഉണ്ട്, അപ്പോൾ 5x വരും. ബാക്കി എക്സ്ട്രാ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പം 8 4 12, 12 12 24, 24 6 40. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആവറേജ് 5x + 40 ആണ്. ബൈ 5 എണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ, അതായത് 5x + 40 എന്ന് പറയുന്നത് സമ്മും 5 എന്ന് പറയുന്നത് എന്നുമാണ്. അപ്പോൾ ആവറേജ് ആണുള്ള ഇക്വേഷനാണ്. ഓക്കെ, നമുക്കറിയാം ഈ ക്വസ്റ്റ്യനകത്ത് ആവറേജ് ഇതോ 11 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. കേട്ടോ, അപ്പോൾ 11 = 5x + 40 ബൈ 5 എന്നായില്ലേ? ഈ 5 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്താൽ 55 എന്നാവും. അപ്പോൾ 55 = 5x + 40 എന്നാവത്തില്ലേ? ഈ 40 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, 40 കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ 55 - 40 15 ആയി. അപ്പോൾ 15 എന്ന് പറയുന്നത് 5x ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് 15 എന്ന് പറയുന്നത് 5x ആണെങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യണം? 15 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ആൻസർ 3. കണ്ടാ, ഇത്രയും സ്റ്റെപ്പാണ് നോർമലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമുക്കൊരു എളുപ്പ മെത്തേഡ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണ്. നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് എല്ലാത്തിലും x ഉള്ളതുകൊണ്ട് ഒരു വാല്യൂ x ആയിരിക്കും. ബാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് x അല്ലാത്ത വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കണം. 8 + 4 12, 24 40. ഈ 40 ഈ 5 പേർക്കും വീതിച്ച് കൊടുക്കുക, ഈക്വൽ ആയിട്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 അറിയാം, നിങ്ങൾക്കറിയാം 5 × 8 ആണ് 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ എക്സിൻ്റെ കൂടെ എല്ലാവർക്കും 8 ആണ് കിട്ടിയിരുന്നെങ്കിൽ ആവറേജ് ആയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 11 ആണ് x + 8. അങ്ങനെയാണെങ്കിൽ എക്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജിൽ നിന്ന് 8 കുറച്ചാൽ മതി. അപ്പോൾ 11 - 8 എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കണ്ട, ആൻസർ 3.
ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും എക്സ് ഉണ്ട്, റിമൈനിങ് ഉള്ള സം എല്ലാം കൂടി 40 ആണ്. അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. ആ 8 കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ ആവറേജ് ആവും. എങ്കിൽ എക്സ് വേണമെങ്കിൽ 11 - 8 എടുത്താൽ മതി, അപ്പോൾ 3 കിട്ടും. ഓക്കെ, 1 മിനിറ്റിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതും PSCയുടെ സൈറ്റിൽ നിന്ന് സ്റ്റാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ്: ദ ആവറേജ് ഡെയിലി വേജ് ഓഫ് 100 വർക്കേഴ്സ്, 100 ആൾക്കാരുടെ ആവറേജ് 250 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 250 രൂപ വെച്ച് കിട്ടുമെന്നല്ല അർത്ഥം. ചിലർ 300 കിട്ടുന്നവർ കാണും, ചിലപ്പോൾ 500 കിട്ടുന്നവർ കാണും, ചിലപ്പോൾ 2000 കിട്ടുന്നവർ കാണും. ആ 100 പേരുടെ കൂടെ ആവറേജ് 250. കമ്പനി എന്ത് ചെയ്തു? എല്ലാ ആൾക്കാരുടെയും ശമ്പളം 50 രൂപ വെച്ച് കൂട്ടി. എങ്കിൽ പുതിയ കമ്പനിയുടെ ജോലിക്കാരുടെ ആവറേജ് ഡെയിലി വേജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ഈസിയസ്റ്റ് മെത്തേഡ് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം. 1, 3, 5 ഇത് 3 പേരുടെ ശമ്പളമാണെന്ന് ഒന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ ആവറേജ് എടുക്കും. നമ്മൾ ആവറേജ് എടുക്കുമ്പം അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം സെൻട്രൽ വാല്യൂ ആയിരിക്കും ആവറേജ്. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്ത്, ഒന്നാമത്തെ വാല്യൂവിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തു, രണ്ടാമത്തെ വാല്യൂവിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തു, മൂന്നാമത്തെ വാല്യൂവിൻ്റെ കൂടെയും ഒരു 2 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ പുതിയ വാല്യൂ എത്രയായി? 3, 5, 7 ആയി. ഈ 3, 5, 7ഉം കൃത്യമായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്യുമല്ലേ 1, 3, 5നെ പോലെ. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എന്തായിരിക്കും? സെൻട്രൽ ആയിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, ഇതെന്താ സംഭവിച്ചത്? 1, 3, 5 ആയിരുന്നപ്പോൾ ആവറേജ് 3. ഞാൻ എന്ത് ചെയ്ത് അതിനകത്ത് എല്ലാവർക്കും 2 വെച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുതിയ ആവറേജ് നമ്മൾ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചാൽ 5 കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ പുതിയ ആവറേജ് കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഒരു പർട്ടിക്കുലർ വാല്യൂസിൻ്റെ ആവറേജ് 3 ആയിരുന്നു. അതിൽ ഇൻഡിവിജ്വൽ വാല്യൂസിലെല്ലാം 2 വെച്ച് എല്ലാവർക്കും കൂടിയാൽ ആവറേജും അതേ 2 കൂടും. നേരത്തെ 3 ആയിരുന്നെങ്കിൽ ഒരു 2 കൂടി എന്താവും? 5 ആവും. ഇനി ഇതേപോലെ തന്നെയാണ്, ഇതേ സെയിം റൂള് തന്നെയാണ് തിരിച്ചും പറയാം. 5, 10, 15 ഇതിൻ്റെ ആവറേജ് നമുക്കറിയാം സെൻട്രൽ ടെൻഡൻസി 10 ആയിരിക്കും. ഞാൻ ഇതിൽ നിന്നെല്ലാം 2 വെച്ച് കുറയ്ക്കാൻ പോവാം. അപ്പോൾ ഇതെന്താവും? 3, 8, 13 ആവും. ഓക്കെ, 3ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 8, 8ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 15. അപ്പോൾ ഇതും പാറ്റേൺ ഫോളോ ചെയ്യുന്നതല്ലേ? അപ്പോൾ സെൻട്രൽ ടെൻഡൻസി ആരാ? 8. പുതിയ ആവറേജ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. കണ്ടോ? ഇത് നോക്കി, 5, 10, 15ൻ്റെ ആവറേജ് എത്രയായിരുന്നു? 10 ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും 2 വെച്ച് കുറച്ചല്ലേ പുതിയ പാറ്റേൺ ഉണ്ടാക്കിയത്. എങ്കിൽ പുതിയ ആവറേജ് കണ്ടുപിടിച്ച് സമയം കളയേണ്ട. പഴയ ആവറേജിൽ നിന്ന് എത്രയാണോ കുറച്ചത് ആ 2 കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും പുതിയ ആവറേജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് 100 പേരുടെ ആവറേജ് 250 ആയിരുന്നു. ഇനി എല്ലാവർക്കും 50 വെച്ച് കൂട്ടി. അങ്ങനെയാണെങ്കിൽ പുതിയ സമ്മും പുതിയ എണ്ണവും കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടുപിടിച്ച് സമയം കളയണ്ട. പഴയ ആവറേജ് 250 അല്ലേ? എല്ലാ 100 പേർക്കും 50 വെച്ച് കൂടിയാൽ പുതിയ ആവറേജ് പഴയ ആവറേജിൻ്റെ കൂടെ എത്ര വെച്ചാണോ കൂട്ടിയത് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 250 + 50 ആൻസർ 300 ആയിരിക്കും ആൻസർ. ഓക്കെ ഓക്കെ ഈ സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറഞ്ഞു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ആ 10ാമത്തെ ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കാം. ഇവിടെ പറയുക 50 സ്റ്റുഡൻസിൻ്റെ എക്സാമിനേഷൻ്റെ ആവറേജ് മാർക്ക് 48 ആണ്. ഇവരെന്ത് ചെയ്തു? എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം, കാൽക്കുലേഷൻ എററോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു എന്ന് വെച്ചോ. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, അത് റോങ് ആണെന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? നോർമലി ഈ 50 പിള്ളേരുടെയും 3 മാർക്ക് വെച്ച് കുറയത്തില്ലേ? അപ്പോൾ പുതിയ ആവറേജ് ഒരിക്കലും എത്ര ആവത്തില്ല? 48 ആവത്തില്ല. ഇനി 1-2 കുട്ടികൾക്കാണോ 3 മാർക്ക് കുറഞ്ഞത്? അല്ല, എല്ലാ കുട്ടികൾക്കും 3 മാർക്ക് വെച്ച് കുറഞ്ഞില്ലേ? 50 കുട്ടികൾക്കും 3 മാർക്ക് വെച്ച് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു പുതിയ ആവറേജ് കണ്ടുപിടിച്ച് സമയം കളയേണ്ട. പഴയ ആവറേജ് എന്തായിരുന്നോ അതിൽ നിന്ന് 3 കുറച്ചാൽ മതി. പഴയ ആവറേജ് 48 ആയിരുന്നു. അതിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും 3 മാർക്ക് കുറച്ചതുകൊണ്ട് അതേ 3 മാർക്ക് ആവറേജിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ പുതിയ ആവറേജ് 45 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിത് ഈ സ്റ്റാറ്റ് നമുക്ക് അത്ര പാടുള്ളതായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഈസി മെത്തേഡുകളുമായിട്ട്
അടുത്തടുത്ത സെക്ഷനിലേക്ക് വന്നിട്ട് സ്റ്റാറ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുത്ത് നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഓക്കെ, താങ്ക് യു.